ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഞങ്ങൾ ബാങ്കർ എക്സ്പോ കാണാൻ വന്നതാണ് ഗൈസ്. ഇവിടെ നോക്കാം, ഏതാല്ലേ നൈസ് സാധനം. ഇതപ്പുറത്തുണ്ട്, പുറം ഇവിടെ ഫുള്ള് മീനാണ് ഗൈസ്. അവിടെ ചെക്കന്മാരൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവിടെ മീൻ, ഇവിടെ മീൻ, ഇവിടെ ഫുള്ള് മീനോട് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണ. അപ്പോൾ അത് നൈസ് മൂടാണല്ലോ, നൈസ് ആംബിയൻസ് ആണ് ഗൈസ്. ഞാനും ഇതിൻ്റെ ഉള്ളിൽ കയറി, ഇതൊരു വിശ്രമിച്ച മൂടുമായിരിക്കും. ഗോറില്ല ഗ്ലാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്ന് തോന്നുന്നത്. ചെക്കന്മാരെല്ലാവരും മണ്ടാണ്. ഞാൻ വണ്ടി എത്തട്ടെ. അയ്യോ, ഞാൻ ചോട്ടോടുത്ത് മാത്രം സൗണ്ട് ഒക്കെ ഉണ്ടാവും. വേറെ ഒരു കാര്യം, ശാന്തിൽ മുടി വെട്ടി കുട്ടികളെ വാല് ഫ്രണ്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. കുറെ നേരം നീന്തിയിട്ട് ശേഷം റെസ്റ്റ് എടുക്കാണ് തോന്നുന്നുണ്ട്. ശ്വാസം എടുക്കണ്ടേ? ചേച്ചി റെസ്റ്റിലാണെന്ന് തോന്നുന്നുണ്ട്. ഇറങ്ങട്ടെ. ആ മലിന് അമ്പോ സംഭവം ഓള് റെസ്റ്റ് എടുക്കാണെന്ന് തോന്നുന്നുണ്ട്. മറിച്ചില് നൈസാണ് കേസ്. ഏതാ കാണുന്നില്ല. ഓളവിടെ മറിഞ്ഞിരിക്കട്ടെ, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഷാമിലിന് പടം കാണാൻ പോണത്. എന്നാ പിന്നായിട്ട് പോയിക്കോട്ടെ. ടോയ്സ് ഉണ്ട് മറ്റേ പറക്കണ ഇടയിൽ കൂടെ കട്ട് ചെയ്തൊക്കെ പോകണം. ആൾക്കാർ വല്ലാണ്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഫുള്ള് മറ്റേ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ. ഇവിടെ എന്താ ഹൽവ സ്റ്റാൾ, ഇത് കൊള്ളാം. പിന്നെ ഇവിടെ കോട്ടൺ വാൻഡി, ഇതെന്താ സാധനം? പോപ്കോണിൻ്റെ സാധനമാണ്. ഇവിടെ മസാജിങ്ങിൻ്റെ സംഭവങ്ങളുണ്ട്. ഇവിടെ അയക്കറിയില്ല. ഞാൻ ഏതായാലും ഷാമിലൊന്ന് പുറത്തോട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓൻ ഒറ്റക്ക് പുറത്ത് കൂടെ ഉണ്ടല്ലോ വിചാരിച്ചു. എൻ്റെ അമ്മ ഒന്നും ഇവിടേക്ക് വരാത്തന്ന. എൻ്റെ അമ്മ ഇവിടേക്ക് എന്ന് കാണുന്നുണ്ടെങ്കിൽ മുടിഞ്ഞീനി. നല്ല ബെസ്റ്റ് സ്ഥലം. കൊള്ളാടാ, 100 രൂപയ്ക്കുള്ള സാധനം ഉണ്ട്. എൻട്രി ടിക്കറ്റ് 100 bucks ആണ്. 50 മുതലാക്കിയിട്ടുള്ളൂ കറങ്ങണ സാധനം. ഇവിടെ മറ്റേത് ഇപ്പുറത്ത് ഫുഡ് സെക്ഷൻ. ഇവിടെ ഫുള്ള് കളിക്കുന്ന സാധനങ്ങൾ, ഫുള്ള് സെറ്റപ്പാണ്. കുഴപ്പമില്ല, അടിപൊളിയാണ്. എൻ്റെ മോനെ ആ സാധനം ഇതിലൊക്കെ കയറണ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് കയറാൻ പറ്റുന്നില്ല. സോ അവിടെ അതാ കുട്ടികളെ കളിക്കണേ. തീവണ്ടി സൗണ്ട് കേൾക്കുന്നിട്ടാ. അല്ലാ പോലീസാരോ ഇവിടെ നിന്നൊക്കെ സൗണ്ട് കേട്ടിട്ട് ചെറിയ കുട്ടിയൊക്കെ ചാടി കളിക്കാനുള്ള സാധനം. ഇവിടെ എന്താണ് എക്സിബിഷൻ്റെ ഓഫീസ്. ഇത്രയൊക്കെ തന്നെ പരിപാടി ഉള്ളൂ. പിന്നെ ടോയ്ലറ്റ് പോകേണ്ടവർക്ക് ടോയ്ലറ്റ് പോവാം. അങ്ങനെയൊക്കെ ഇങ്ങനെ കറങ്ങി വരുമ്പം ഇത് ഔട്ടിംഗ് ആണോ? ഔട്ടിംഗ് അല്ല ഗൈസ്, എക്സിറ്റ് ആണോ? പോയ കിട്ടിയാൽ കൂടെ ഓക്കെ ഗൈസ്. ഇവിടെ കറങ്ങണ സാധനം ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല. സംഭവം സെറ്റപ്പാണ്. ഇവിടെ ഇത് മറ്റേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു കളിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ പോണേ ആ സാധനം. ഇതിന്റെ പേരെന്താന്ന് അള്ളാഹ്ക്കറിയാം. ഇപ്പം കുറച്ച് നടക്കാണ്ട് കേട്ടോ ഇവിടെ, കുഴപ്പമില്ല, രസമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സാധനം എല്ലാം കൂടി ഒപ്പരായിട്ട് പൊട്ടണം, എന്നിട്ട് എല്ലാം കൂടി മേലെ കണ്ടു പോകണം. അതാണ് സെറ്റാവുക അല്ലേ. വെള്ളത്തിൽ കളിക്കണവർക്ക് വെള്ളത്തിൽ കളിക്കാം, അതേമാതിരി ചക്രമൊക്കെ ചവിട്ടാം. പണ്ടൊക്കെ എങ്ങനെയാണില്ലേ, ഇപ്പോൾ ഒന്നുമില്ല. ഇതിൻ്റെ വാപ്പൻ്റെ കാര്യത്തിൽ ഒരാളതാ കാണുന്നത്. അങ്ങനെ ഷാമിലിന് പുറത്തേക്കുള്ള വഴി കിട്ടി. ഓക്കെ ബായ്. അങ്ങനെ ഓൻ ഇറങ്ങി. ഞാൻ തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ പോകണം. ഇവരെ പാട്ടെപ്പോഴാണ് കേൾക്കാം. ഇപ്പോൾ പാട്ട് കേൾക്കാൻ നിൽക്കണം പാടല്ലേ. ഈ സാധനം കറങ്ങുന്ന സ്പീഡില്ല. ഇത് കറങ്ങാൻ തുടങ്ങണമെന്നുള്ളത് തോന്നുന്നുണ്ട്. എന്തായാലും സ്പീഡായിട്ടില്ല. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് സ്പീഡാവുമായിരിക്കും. ഷാമിലിനെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ അതാ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഇതിനോട് ഇവിടെ ലേസ് ഇട്ടാൻ വേണ്ടിയിട്ട് ടൈം ചോദിച്ചപ്പോൾ ഓനെ ഇവിടെ കുത്തിരിക്കുക. ഡേടാ നീച്ചു വേടാ. കൃത്യനിഷ്ഠതയില്ലാത്തവന്മാരൊക്കെ കൂടെ കൂട്ടിയുള്ള പ്രശ്നമാണ്. എനിക്ക് കയറി വരുന്ന ഭാഗം എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനത് കവർ ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി ബാക്കിലോട്ട് വന്നതാണ്. കയറി വരുന്ന ഭാഗം വലിയ സംഭവമൊന്നുമില്ല, എന്നാലും കുറച്ച് രസമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ മീനൊക്കെ ഞാൻ ഒരു പ്രാവശ്യം എടുത്താണെന്ന് തോന്നുന്നുണ്ട്, എന്നാലും സെറ്റപ്പാണ്. ഈ പിടിച്ചിട്ട് പേരെ കൊണ്ടുപോയില്ല ഫിലാലെ സെറ്റാവൂലേ? അജു കൊണ്ടേക്കോ.
കൊണ്ടുപോയിട്ട് ബാക്കിൻ്റെ അവിടെ കൊണ്ടുവച്ചു. അരാപ്പായ്മ. ഓ ഇതാണ് അതിൻ്റെ പേര്. എല്ലാവരും അറിയാത്ത അറിഞ്ഞു വെച്ചോളൂ. ചില്ലുമുലൊട്ടയാണ് ഇത്. ഇതിങ്ങനെ ഒട്ടി ചക്കര ഗേറ്റോ ഓരോ പേരറിയണോണ്ട് കുഴപ്പമില്ല. സാധനം അനങ്ങൂലല്ലേ? തൊള്ളയിൽ എന്താ ഉള്ളത് നോക്കിയാലോ? തൊള്ളയിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. കാണിച്ചു തരാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇങ്ങനെ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ്. ഇവിടെ നിന്നാണ്ട് തോട്ടങ്ങ ബ്രസീലൊക്കെ ചെന്ന വരില്ലേ? അവിടെ ഒരു കരടിക്കുട്ടൻ, പെങ്കിൻ, പിന്നെ അവിടെ ഒരു ആന, അവിടെ ഒരു വീട്, ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നൈസായിട്ടില്ലേ? ഇവിടെ ഏകദേശം ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് തന്നെ ഉള്ളൂ. ഇങ്ങനെ ഇങ്ങനെയായിട്ട് കാണിച്ചു തരാൻ തുടങ്ങിയാൽ ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ല. കുറേ കുട്ടിയൊക്കെ നല്ല ആസ്വദിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. നൈസാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു ഡെക്കറേറ്റ് ചെയ്തുണ്ടാക്കിയൊരു വീടും പിന്നെ കുറച്ച് മരങ്ങളും. ഇപ്പുറത്തെ സൈഡ് ഇതാ ഇങ്ങനെ സെറ്റപ്പാണ്. ഇത്ര തന്നെ ഉള്ളൂ. കുഴപ്പമില്ല. ഇതിൽ മറ്റേ ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ നല്ല രസമുണ്ട് കാണാൻ. സെറ്റപ്പാണല്ലേ? കൊള്ളാടാ. നൈസ് നൈസ് നൈസ്. അവിടുന്ന് പിന്നെ അങ്ങനെ വെള്ളം പോകും. ഈ പെരൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റും. ബിലാലൊന്ന് കയറി വെക്കണം അതിൻ്റെ ഉള്ളിൽ. ബിലാലിനെ ബസ് ഇല്ല. കരടിയാണ് വിചാരിച്ചോളൂ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ. ഓക്കെ കയറി ഇറങ്ങി നോക്കിയാ കരടി ഇറങ്ങി തരാണ് വിചാരിക്കും. സെറ്റല്ലേ? മപ്പ് സാധനം. ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത് വേറെ ഡോറാണെന്ന്. ഇനി എന്തായാലും വന്നോടത്തേക്ക് തന്നെ തിരിച്ചു പോകാം. ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാന്നുള്ള രീതിയിലായിട്ട് പോകുന്നതാണ്. ഞങ്ങൾ എളുപ്പമായി കൂടെ ഉള്ളിലേക്ക് എത്തി. വീണ്ടും 2 സ്റ്റെപ്പ് അപ്പുറത്ത് കൂടെ മാറി കിടന്നാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. വീണ്ടും ഞങ്ങൾ മത്സ്യകന്യകൻ്റെ അടുത്തെത്തി. മത്സ്യകന്യകയല്ല, ഇവിടെ കന്യകയാണ്. അവള് കുറേ റെസ്റ്റ് എടുക്കാം. പിന്നെ ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഏക കാര്യം. ചേച്ചി അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. ഫൈനലി നമ്മൾ റിട്ടേൺ അടിച്ചു കൊടുത്തേക്കന്നെ തിരിച്ചു വന്നേ. പക്ഷേ എന്നപ്പോൾ ഇവിടെ നിർത്തിപ്പോയ ചെക്കന്മാരൊന്നും കാണില്ല. നല്ല ഒച്ചമ്പളി. ഇതിങ്ങനെ കറങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. നമുക്ക് കുറച്ചേരം കണ്ടിരിക്കാം. കുറച്ച് ബാക്കോട്ട് ഇന്ന് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാം. അമ്മേ അല്ലാ മതി ഇവിടെ തരോ. ഓ അജറായിൽ നെഞ്ഞത്ത് കൂടെ പായും. ഒരു മാന്യതില്ല തേക്കന്മാർ ആരൻ്റെ വണ്ടിന്റെ ബോണറ്റുമ കയറിയിട്ടിരിക്കണം. ബോണറ്റല്ല, ആ സാധനത്തുമ കയറിയിരിക്കണം. ബമ്പർ മണ്ടന്മാര് പറയണ കേട്ടിട്ട് ഞാൻ ഏറ്റു പറയുമ്പോ ഇനി കൂടി മണ്ടനാക്കും ആൾക്കാർ. മനസ്സിലായടാ മണ്ട. ഈ മണ്ട ഓരോന്ന് പറഞ്ഞു ബുദ്ധിയില്ലാത്തവന്മാരൊക്കെ കൂടെ നടന്ന ഇതാ പ്രശ്നം. ഓ ഈ തിരിയണ കാരണം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഈ സാധനം അവിടെ ഉണ്ട്. ഇപ്പം കണ്ട് ബിലാലാന്നെ അതിൽ കയറ്റിയല്ല. അതിലായിട്ട് കയറ്റിയിട്ട് കറങ്ങണം. തല ഇറങ്ങണോ ഇങ്ങനെ പോകും. നടക്കൂ. ഈ ചിറി കണ്ടില്ല ഒറ്റ കുത്തട്ട്. ഇവിടുത്തെ ഹൈടെക് ടോയ്ലറ്റ് ഏതല്ലേ? കേരളത്തിൽ ഇങ്ങനത്തെ ടോയ്ലറ്റ് വേറെ ഓടിയും കിട്ടില്ല. വേറെ ഓടിയില്ല പറയും. കണ്ടെയ്നറാണ് ടോയ്ലറ്റ്. ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നറാണ് ടോയ്ലറ്റ്. സംഭവം സെറ്റ് ആയിട്ടാ. അത് നല്ലൊരു കാര്യമാണ്. പുറത്ത് ലോക്കലാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ സെറ്റപ്പാണ്. എന്തായാലും ഒന്ന് ഉള്ളിയിട്ടതാ. കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ കുറ്റി ഹെവി ഹൈടെക് ആയിപ്പോയി. ആരോ പൊട്ടിച്ചിട്ടിട്ട് പോയത്. അതിപ്പോ നൂൽമിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. വെരി ഹൈടെക്. കാക്കാന്റെ പാട്ട്. നിങ്ങൾക്ക് അറിയാത്തൊരു സത്യണ്ട്, സിനാന് നല്ലൊരു ഗായകനാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഗായകനാണ്. ജോലി കുറവാ. ഡാൻസ് കളിക്കാൻ പുതിയൊരു വ്യക്തി. ഡാൻസ് എന്തായാലും കാണണം. പുതിയൊരു അതിഥി വരുന്നുണ്ട് ഗൈസ്. ചോള സ്റ്റെപ്പ് അടിപൊളിയാണ് ഗൈസ്. പക്ഷെ ഞാൻ സംസാരിക്കണമെങ്കിൽ കേൾക്കൂല. എന്നോട് ഞാൻ പുറത്തിറങ്ങിയിട്ട് വരാം. കേട്ടാ തോന്നുന്നുണ്ടല്ലേ ഗൈസ്? ഈ സാധനം കറങ്ങുമ്പോ എടുക്കണം എന്നൊരു ആഗ്രഹം കിട്ടി. വെയിലൊക്കെ കയറി കഴിഞ്ഞാൽ തലന്നൊക്കെ മിന്നാമിനങ്ങാവും. കറങ്ങുന്നു. ഗൈസിന്റെ ഫോണിൽ 15% ഉള്ളൂ. വീഡിയോ അല്പം ഔട്ടർ ഇല്ലാതെ നിന്ന് പോയാൽ ഒന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, ഒരു മണ്ടന്റെ പേര് സേവ് ചെയ്താണ്. ജുനീദ്. ഭയങ്കര കുറെ നേരം ഒച്ചും വിളി കേൾക്കുന്നു. ഇതാണ് ആ സംഭവം. ആട്ടുതൊട്ടില്. അമ്മേ ഞാൻ പറഞ്ഞില്ലേ എന്ത് ചെയ്തമാര് പള്ളി കയറിക്കണം. അപ്പൊ എന്തായാലും മഴ ചെയ്യോ. ഞങ്ങൾ കുറെ കാലത്തിന് ശേഷം പള്ളി കയറി. അപ്പൊ അതിന്റെ മൈ ഇടിയും മയക്കുന്നുണ്ടാവും. ഏകദേശം ആളൊക്കെ ഒഴിഞ്ഞ് തുടങ്ങിട്ടോ. ഇവിടെ ആള് കുറഞ്ഞു.
പിന്നെ ഏകദേശം ഒരു 9:10 മണിയായി. ആ ടൈം ആയപ്പോഴത്തേന് ഏകദേശം ആൾക്കാർ വീട്ടിലെത്തും. എന്നാലും കുറച്ച് ആൾക്കാരുള്ളൂ ഏകദേശം. നമ്മളെന്തായാലും ഇറങ്ങാണ്, നമ്മളിനി വീട്ടിൽ പോട്ടെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.